ഹായ് എല്ലാവർക്കും രേഖ കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തേച്ചേരിയിൽ നിന്നാണ് വന്നേക്കുന്നത്. അതായത് പാലക്കാടുള്ള തനിമ ഫാം കാണാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലെ പുതിയ തനിമ ഫാമിൻ്റെ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പാക്കേജാണ്. നമുക്കത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ആ ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്ന കൊത്തുപണികളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിനെ കടന്ന് വരുമ്പോൾ വേറെ ഉണ്ട്, അതും ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കൊത്തുപണി. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഡ്രൈവർമാർക്ക് അവർ ഫുഡൊക്കെ ഫ്രീ ആണ്. 4 മണിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കറങ്ങി കാണിക്കാനായിട്ട് അവർ കൊണ്ടുപോകും. അപ്പോൾ നമുക്കുള്ള ടൈം 4 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ തനിമ ഫാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോയി കൊണ്ട് ഇരിക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 4 മണിക്കാണ് ടൈം തന്നേക്കുന്നത്. പിന്നെ കുട്ടികൾ ഇതിൽ മുകളിൽ ഇപ്പോൾ സിപ്പിംഗ് ലൈനും സൈക്ലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയേക്കാന്നാണ് കേട്ടോ. ഇവിടെ യോഗയുടെ ഒരു പണം വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരും ഇവിടെ എഴുതിയിട്ടുണ്ട് AQ1 എന്നൊക്കെ. അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് വിശദീകരണം തരാൻ അറിയില്ല. നമ്മളിതേ കടന്നു വന്നപ്പോൾ അടുത്തത് കാണുന്ന കൊത്തുപണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇതാണ് ഇത് തനിമാൻ്റെ ഉടമസ്ഥൻ എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഇയാളെ സാറിനെ ഞാൻ കുറേ ഫോട്ടോയിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ മെഡലൊക്കെ മേടിക്കുന്നതിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ. കുട്ടികളെ സൈക്ലിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് കാണുന്നത്. മറ്റുള്ള ചിത്രപ്പണികളാണ് ഇത് പിന്നെ കാണുന്നത് നമ്മൾ. അതിനൊപ്പം തന്നെ മുളങ്കാടിനെ സംരക്ഷിക്കാനായിട്ട് മുളങ്കാടും ഉണ്ടാക്കിയിട്ടുണ്ട്, വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തനിമ ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള നമ്മുടെ കവാടം. കേരള തനിമയുടെ ഓരോ കലാരൂപങ്ങൾ ചിത്രപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മിരുമ്മയ്ക്കും ഓരോ പടങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഓരോ എന്നിട്ടാണ് അത് ചെയ്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മകര സംക്രാന്തിയുടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഓരോന്നിനും അടിയിലും ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ചുംബ എന്നാണ് പേര്. ഇത് മണിപ്പൂരിൻ്റെ ഫെസ്റ്റിവലാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഫെസ്റ്റിവലായ ഓണം, നമ്മുടെ ഓണം മഹാബലി. ഇത് വരുന്നത് നമ്മുടെ വിഷു. ഞാൻ എങ്ങനെ എത്തിയാണ് കേട്ടോ അവർക്ക് കണ്ടത്. പിന്നെ വരുന്നത് നമ്മുടെ ഹോളിയാണ് വരുന്നത് കേട്ടോ. റീജിയൻ ഓഫ് ഏഷ്യ. പിന്നെ പൊങ്കൽ. ഇത് സെലിബ്രേറ്റ് സ്ഥലമാണ്. കറക്റ്റോടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ജനുവരി മാസത്തിൽ. പിന്നെ വരുന്നത് ബൈക്ക ഫെസ്റ്റിവൽ. നമ്മളെടുത്ത് പറയാം, കാരണം അക്ഷരം ചെറുതായത് കൊണ്ട് നമ്മൾ ഓരോന്ന് എടുത്ത് പറയാം. ഇത് ആസാമിൻ്റെ ഫെസ്റ്റിവലാണ്. അതിൻ്റെ പേരാണ് ബൈക്കോ, BAIKHO. എന്തെങ്കിലും പറഞ്ഞത് തെറ്റ് അത്രയുണ്ട്. ഇവിടെ ഇതൊക്കെ നടന്നിട്ട് അത്ര കാണില്ല. ഈ ഫെസ്റ്റിവൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇതിൻ്റെ ഈ ഫെസ്റ്റിവലിൻ്റെ പേരാണ് DREE എഴുതിയിട്ടുള്ളത്. ആസാം. ഇത് വരുന്നത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ഇത് വരുന്നത് ജൂലൈ മാസത്തിലാണ്. 4 മണിയായപ്പോൾ നമ്മൾ അവരെ വണ്ടിയിൽ അവർ വന്ന് നമ്മൾ അതിൻ്റെ ഉൾവശം കാണിക്കുന്നത് അവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ നല്ല പാക്കേജ് പറയാനായിട്ട് നമ്മളെ കൂടെ ആ വണ്ടി ഓടിക്കാനായിട്ട് ഒരു ഗൈഡ് കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ കയറി നിന്നിട്ട് അവർ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി തരുന്നതാണ്. അതുപോലെ ഇതിനകത്ത് ഇഗ്വാന, കോൾപ്പൈറ്റം പറഞ്ഞ പാമ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മൾ ജസ്റ്റ് പോകുമ്പോൾ പാക്കേജ് വരുമ്പോൾ അതുപോലെ കാറ്റ്സൊക്കെ ഇതിലൂടെ പോകും. അതുപോലെ ഡോഗ്സൊക്കെ അതുപോലെ കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്ക്. ഇത് കുട്ടികളുടെ പാർക്കുണ്ട്, കിഡ്സ് പാർക്ക് കേട്ടോ. ഫിഷ് ഉണ്ട്, കളർ ഫിഷ്. അതാണ് നമ്മൾ കയ്യിൽ ഫീഡ് ചെയ്യാൻ പറ്റും. പൈനാപ്പിൾ, പപ്പായ.
അവിടെയാണ് ആളുകൾ വയ്ക്കുന്നത്. ടർഫുണ്ട് 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 അതിൻ്റെ അപ്പുറത്ത് നമുക്ക് സീസൺ അനുസരിച്ച് ഇവിടുത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ നമ്മൾ സെയിൽ ചെയ്യും. കൂടെ ഇടാം 2400 ജെയിംസിങ് 3D സൈക്കിൾ ബങ്കി ജമ്പിങ് പിന്നെ അവിടെ ഒരു ഗോകാർട്ട് എന്ന് പറഞ്ഞത് ഈ 4 ആക്ടിവിറ്റീസും കൂടി ചേർന്ന് അത് ഈ 4 ഇല്ലാതെ എയറോ പാക്കേജ്. പിന്നെ അതൊക്കെ റൂംസാണ്. ആ മേലത്തെ 2 ഫ്ലോറ് റൂംസാണ്. ഈ ആഴ്ചക്ക് പാക്കേജ് വേണ്ട.